മനുഷ്യൻ്റെ സമ്പാദ്യം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, എന്താണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്, എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നത് വളരെ വിശദീകരിച്ച് ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ട് അടിസ്ഥാനങ്ങളാണ് അതിനുള്ളത്. ഒന്ന് ഹലാലായിരിക്കണം, രണ്ടാമത്തെ ത്വയ്യിബായിരിക്കണം, ശുദ്ധമായതായിരിക്കണം. അപ്പം ഇത് രണ്ടുമല്ലാത്ത ഒന്ന് ഒരാൾ ഭക്ഷിച്ചാൽ അയാൾ പിശാചിൻ്റെ കാലടികൾ പിന്തുടരുന്ന ഒരാളാണ്, പിശാചിനെ പിൻപറ്റുന്ന ആളാണ്. ഖുർആൻ തന്നെ ഹറാമായ സമ്പാദ്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലിശയാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തത്. സമ്പാദിപ്പിക്കുന്നതിനൊരു ലിമിറ്റും ഖുർആൻ വെച്ചിട്ടില്ല. എത്ര കോടി രൂപ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഖുർആൻ എവിടെയില്ല, ഇസ്ലാമും നിർദ്ദേശിച്ചിട്ടില്ല. എന്നല്ല, സമ്പാദ്യത്തിന് പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യും. ജുമായുടെ ദിവസം അള്ളാഹു നൽകിയ നിർദ്ദേശം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ജുമാക്ക് ബാങ്ക് കൊടുത്താൽ എല്ലാ ഇടപാടുകളും ക്ലോസ് ചെയ്യണം, സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണം, കച്ചവട സ്ഥാപനം പൂട്ടണം, എല്ലാ ഏർപ്പാടും അവസാനിപ്പിച്ചു വരണം. ജുമാക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഒരാൾ കടയിൽ നിന്ന് കച്ചവടം ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അയാൾ അതുവരെ ചെയ്തത് ഹലാലായിരിക്കും, പക്ഷേ ബാങ്ക് കൊടുത്തതിന് ശേഷം ചെയ്യുന്ന കച്ചവടം ഏതാണ്? നിഷിദ്ധമാണ്. അപ്പം ഞാൻ ഹറാമൊന്നും ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹലാൽ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യും? ഹറാമായി മാറും. ഞാനത് വിശദീകരിക്കല്ല. അത്ര സ്ട്രിക്റ്റായിട്ട് അല്ല പറഞ്ഞു. ഒരു ഇടപാടും നടത്താൻ പാടില്ല. ഏത് പണി എടുക്കുകയാണെങ്കിലും ബാങ്ക് വരെ പറ്റൂ. ബാങ്ക് ആകുമ്പോൾ പള്ളിയിലെത്തും. ബാങ്ക് എന്ന് പറഞ്ഞാൽ ജുമയുടെ ബാങ്ക് ജുമ ആരംഭിക്കുമ്പോഴാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള്. നിസ്കാരം കഴിഞ്ഞാൽ ഈ പള്ളിയിലെല്ലാം നിൽക്കണമെന്നില്ല, എവിടുന്നാ വന്നത് അവിടേക്ക് തന്നെ പോയിക്കോ. ഫന്തശിറൂ ഫിൽ അർള്. നീ വന്നയിടത്തേക്ക് പോവുക, ഇല്ലെങ്കിൽ പുതിയ പണി അന്വേഷിക്കണേ, അങ്ങനെ നടന്നോ, സമ്പാദിച്ചോ എന്നാണ് പറഞ്ഞത്. അപ്പൊ പള്ളിയിൽ നിൽക്കണേക്കാൾ ശ്രേഷ്ഠത നീ വന്നിടത്തേക്ക് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ സമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. അത് രണ്ട് കണ്ടീഷൻ അതിന് വെച്ചു. ഹലാലാവണം, ത്വയ്യിബാണ്. ബാക്കി ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പൊ ഹറാമായത് വ്യക്തമായത് എന്താണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആനിൽ എന്തെങ്കിലും പ്രതിപാദിക്കാൻ പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ, പ്രവർത്തികളിൽ അതിന് വിശദീകരണങ്ങൾ നൽകി. അതൊരിക്കലും ഒരു വിശ്വാസിയുടെ സമ്പാദ്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത്, ഖുർആൻ മുഴുവൻ പരിശോധിച്ചിട്ട് ഏറ്റവും വലിയ തിന്മ കുഫറും ശിർക്കുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ തിന്മ പലിശയാണ്. പലിശയിൽ ഏറ്റവും ചെറിയത് 70 ബാബുകൾ, ഡോറുകളുണ്ട് പലിശക്ക്. അതിലേറ്റവും ചെറുത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മോശപ്പെട്ട പ്രവൃത്തിയാണ് പലിശ എന്ന് പറയുന്നത്. പലിശയുടെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കില്ല. പലിശ നമ്മുടെ സമ്പാദ്യത്തിൽ വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഒന്നാമത് വേണ്ടത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ബാങ്കുമായിട്ട് ഇടപെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബാങ്ക് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് അല്ല. ബാങ്ക് അടിസ്ഥാനപരമായ ഒരു സർവീസാണ്. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നേ ഉള്ളൂ. ബാങ്ക് സമം പലിശ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം പലിശയിൽ ചേരാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ എപ്പോഴും പുലർത്തേണ്ടതുണ്ട്. പലിശ തൻ്റെ സമ്പാദ്യത്തിലേക്കും തൻ്റെ ഭക്ഷണത്തിലേക്കും താൻ ചെലവ് കൊടുക്കാൻ വിധിക്കപ്പെട്ട ആളുകളുടെ വയറ്റിലേക്കും എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കുടുംബനാഥന്റെ
ഉത്തരവാദിത്തമാണ്. അപ്പോൾ പലിശ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കൈക്കൂലി. ഉദ്യോഗസ്ഥന്മാർ, മറ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അന്യായമായതോ ന്യായമായതോ ആയ കാര്യങ്ങൾ ചെയ്തു തരാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആളും ശിക്ഷാർഹനാണ്, വാങ്ങുന്ന ആൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹറാം അന്യായമായ സമ്പാദ്യമാണ്, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. കൈക്കൂലി കൊടുക്കുന്ന ആളെയും അത് വാങ്ങുന്ന ആളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുക കാര്യങ്ങൾ. പക്ഷെ അതൊരു സിസ്റ്റം ദുർബലപ്പെടുത്തുകയാണ് എന്നല്ല, ഒരു നേരെ പോവേണ്ട ഒരു സംവിധാനത്തെ അത് താളം തെറ്റിക്കുകയാണ്. അപ്പൊ ദുർബലപ്പെടുത്തുന്ന ഒരു സിസ്റ്റത്തെ മൊത്തം ദുർബലപ്പെടുത്താൻ ഒരു കൈക്കൂലിയുടെ ഒരാൾ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സിസ്റ്റം ദുർബലപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല, രണ്ടാമത്തത് അന്യായമായ തനിക്ക് അർഹതപ്പെട്ട സമ്പാദ്യമല്ല. മോഷണം, തട്ടിപ്പ്. തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കച്ചവടത്തിൽ ചെറിയ ആളുകൾ നടത്തുന്ന തട്ടിപ്പല്ല. ഇന്ന് തട്ടിപ്പിന് അനന്ത സാധ്യതകളാണ്. ഓൺലൈൻ ലോകം എന്ന് പറയുന്നത് തട്ടിപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ക്രൈമുകൾ 70% സാമ്പത്തിക കാര്യങ്ങളിലേക്കാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരാളുടെ സ്വത്ത് കൈവശപ്പെടുത്തൽ ഒക്കെ വ്യക്തമായ നിഷിദ്ധാണ്, സംശയങ്ങളില്ല. ചൂതാട്ടം, ഹറാമായ വസ്തുക്കളുടെ കച്ചവടം, മദ്യം, ലഹരി തുടങ്ങിയ കാര്യങ്ങൾ ഒരാൾ വിൽക്കുക, അതിൻ്റെ വരുമാനം സ്വീകരിക്കുക, വേശ്യാവൃത്തി, വ്യഭിചാരം നടത്തിയിട്ട് അതിൻ്റെ വരുമാനം സ്വീകരിക്കുക, അങ്ങനത്തെ ഹോട്ടലുകളുടെ ഓണർഷിപ്പ് വാങ്ങുക, അതുപോലെ അതിൻ്റെ പാർട്ട്ണർഷിപ്പും ഷെയറും ഉണ്ടാവുക, ഇതൊക്കെ എന്താണ്? വ്യക്തമായ നിഷിദ്ധമാണ്. അമാനത്ത് ദുരുപയോഗം ചെയ്യുക, ഒരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സമ്പാദ്യം, ആ സമ്പാദ്യം സ്വന്തം കാര്യത്തിന് ഒരാൾ ഉപയോഗിക്കുക, തെറ്റായ കാര്യമാണ്. ഇന്ന കാര്യത്തിന് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പോൾ ആ കാര്യം ചെയ്യണതിന് മുമ്പ് എനിക്കൊരു ഗ്യാപ്പുണ്ട്, ഒരു 2 കൊല്ലം ഉണ്ട്, ആ 2 കൊല്ലത്തിന് ഈ കാശ് ഞാൻ എൻ്റെ ആവശ്യത്തിന്, ഹലാലായ ആവശ്യത്തിനെന്ന് എന്ത് ചെയ്യുക, റോൾ ചെയ്യുക. അത് പാടില്ല, നിഷിദ്ധമാണ്. അതുപോലെ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാട്ടിയിട്ട് അത് സമ്പാദിക്കുക, വ്യാജരേഖകൾ ഉണ്ടാക്കി സമ്പാദിക്കുക. ഓൺലൈനുകൾ ഇന്നിപ്പോൾ ഏറ്റവും വലിയ സൂസൈഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓൺലൈൻ ആപ്പുകൾ നാളുകൾ എന്ത് ചെയ്യാണ്, അനിയന്ത്രിതമായി ലോൺ എടുക്കുകയാണ്. ചെറിയ പ്രായത്തിൽ 20-30 വയസ്സാകുമ്പോഴേക്കും വലിയ കടക്കാരനാവുകയാണ് ആളുകൾ. ആ കടക്കാരനാവുന്നത് ആരറിയണില്ല, വാപ്പ അറിയണില്ല, ഉമ്മ അറിയണില്ല, സുഹൃത്തുക്കൾ പോലും അറിയണില്ല. പിന്നെ ആത്മഹത്യയുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ 20-25 വയസ്സായ ആള് 30-40 ലക്ഷം എന്ത് ചെയ്തിട്ടുണ്ട്, കടക്കാരനായിട്ടുണ്ട്. അനിയന്ത്രിതമായി കടം വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുക, എന്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഇത്തരം കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് നേരിട്ട് ഹറാം എന്ന് പറയുന്ന സമ്പാദ്യങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാഗം ശുബ്ഹാത്തുകളാണ്. ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ളത്. പലിശ ഹറാമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും എന്തില്ല, സംശയമില്ല. മോഷണം ഹറാമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ചില ഇൻവെസ്റ്റ്മെന്റുകൾ, ചില ഷെയറുകൾ, ചില സമ്പാദ്യങ്ങൾ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുണ്ടാവുക. വിശ്വാസികളുടെ ശുബ്ഹാത്തിനോടുള്ള പൊസിഷൻ എന്താണ്? വിട്ടുനിൽക്കലാണ്. ഹറാമും ഹലാലും ക്ലിയർ ആവുന്നത് വരെ മാറി നിൽക്കലാണ്. സംശയമുള്ളതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പാടില്ല, സംശയമുള്ളതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സംശയമുള്ള കാര്യത്തിന്റെ വരുമാനം നമ്മൾ എന്ത് ചെയ്യരുത്, സ്വീകരിക്കരുത്. ശുബ്ഹാത്ത് ഒഴിവാക്കണം. ശുബ്ഹാത്ത് ചിലപ്പോൾ ഹലാലെന്നായിരിക്കും, ഹലാൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, അതുപോലെ അതിൽ നിക്ഷേപിക്കുകയോ അതിൽ ചേരുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കച്ചവടം നടത്തുകയോ ചെയ്യുന്നത് അത് നമുക്ക് വ്യക്തമാവുന്നത് വരെ നമ്മൾ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅതി അലൽ നാസി സമാനുൻ, ഈ ജനതയുടെ ഒരു കാലം വരും. ആ കാലത്തിന്റെ പ്രത്യേകത ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ആളുകൾ സമ്പാദിക്കും, പക്ഷെ ഹലാലും ഹറാമും അവരെന്ത് ചെയ്യില്ല, നോക്കൂല, അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഹറാം എന്താണ് ഹലാൽ എന്താണ് എന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ ആളുകൾ എന്ത് ചെയ്യും, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. അത് ആപത്തിന്റെ, വിപത്തിന്റെ കാലമാണ്, ഫിത്നയുടെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ,
യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ. നാളെ ഒരടിമക്ക് തന്റെ സ്വന്തം കാലെടുത്തു വെക്കണമെങ്കിൽ 4 കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകിയിരിക്കണം. 4 ചോദ്യങ്ങൾക്ക്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഉംരിഹി ഫീമാ അഫ്നാഹു, തന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. വഅൻ ഇൽമിഹി ഫീമാ ഫഅല, തന്റെ ഇൽമനുസരിച്ച് എന്താണ് അവൻ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കും. രണ്ടാമത്തെ ഇൽമാണ്. മൂന്നാമത്തെ വഅൻ മാലിഹി, സമ്പാദ്യത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, സമ്പാദ്യത്തെക്കുറിച്ച് മാത്രം 2 ചോദ്യം അല്ലാഹു ചോദിക്കും. എവിടെന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. വഅൻ ജിസ്മിഹി, ശരീരത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. ഫീമാ ബിലാഹു, എന്തിന്റെ കാര്യത്തിലാണ് തന്റെ ഹെൽത്ത്, തന്റെ കായിക ശേഷി വിനിയോഗിച്ചതെന്ന് അല്ലാഹു അവനോട് ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം യെസ് ഓർ നോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്തെങ്കിലും ഉത്തരം പറയാതെ ഒരാൾക്ക് മഹ്ശറയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവന്റെ കാൽപാദങ്ങൾ എടുത്തു വെക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോ ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമിനോട് സാദൃശ്യപ്പെടുന്ന കാര്യങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളുടെ ഫത്വ എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായി വിട്ടുനിൽക്കലാണ്. പിന്നീട് നിങ്ങൾക്കത് ക്ലിയറായി ഏതെങ്കിലും ഒരു മുഫ്തിയോടോ പണ്ഡിതനോടൊക്കെ ചോദിച്ച് അതിന്റെ ഹലാലും ഹറാമും ക്ലിയർ ആയാൽ മാത്രം അതിനോടെന്ത് ചെയ്യാം? ഹലാലാണെങ്കിലും സ്വീകരിക്കുക, ഹറാമാണെങ്കിൽ ഒഴിവാക്കുക. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് വന്നാൽ, നമ്മളെ ഭക്ഷണത്തിൽ കലർന്നാൽ എന്തു സംഭവിക്കും? ഇത് വ്യക്തമായ മൂന്നാമത്തെ ഹറാം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു സക്കാത്തിന്റെ നിസാബ് ഒരാളുടെ സമ്പത്തിലെത്തി. ഉദാഹരണമായി സക്കാത്ത് കൊടുക്കേണ്ട അളവിൽ അദ്ദേഹം സമ്പാദിച്ചു, അദ്ദേഹം സക്കാത്ത് കൊടുക്കണില്ല. അങ്ങനെ ആയാലും അയാളുടെ സമ്പാദ്യം എന്തായി? ഹറാമായ. അയാൾക്ക് പലിശ ഒന്നുമില്ല, ചൂതാട്ടമില്ല, നേരത്തെ പറഞ്ഞത് മദ്യത്തിന്റെ ലഹരിന്റെയും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അയാളിലില്ല. പക്ഷെ സക്കാത്ത് കൊടുക്കണില്ല. സക്കാത്ത് കൊടുക്കാത്ത പണം എന്താണ്? ഹറാമും ഹലാലും മിക്സ് ചെയ്ത പണാണ്. ഹറാമും ഹലാലും മിക്സ് ചെയ്ത പണാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ കച്ചവടം ചെയ്തു. 12:00 ജുമാ സമയമാണ്, ബാങ്ക് കൊടുത്തു. 12:31 അയാൾ കടയിൽ നിൽക്കുകയാണ്. കടയിൽ നിന്ന് ഒരാൾ ഒരു സാധനം വാങ്ങി, ഒരു 10 രൂപ വാങ്ങിയിട്ട് അത് വൽപ്പിലിട്ടാൽ ആ 10 രൂപ എന്താണ്? ഹറാമാണ്, നിഷിദ്ധമാണ്. അതുവരെ അയാൾ 10,000 റുപ്യന്റെ സമ്പാദ്യം ചെയ്തിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്. ഹറാമ് എത്ര കുറച്ചാണെങ്കിലും അത് ഹലാലിനെന്ത് തിന്ന് നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10,000-ൽ 10 റുപ്യല്ലുള്ളൂ എന്ന് പറഞ്ഞ കാലം ഈ 10 രൂപ 10,000 നശിപ്പിക്കാൻ മാരകശേഷിയുള്ള സാധനമാണ്. സമ്പാദ്യം ഒരാളിൽ ഹറാമായി കലർന്നാൽ അത് അയാളെ മാത്രമല്ല ബാധിക്കുക, അയാളുടെ മക്കളെ, തലമുറകളെ, അയാളുടെ ഭക്ഷണം ഭക്ഷിക്കുന്ന വീട്ടിലെ ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും? ഈ ഹറാമ് ബാധിക്കും. അതുകൊണ്ടാണ് ഒന്നാമത്തത്, ഹറാമിന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് സമ്പത്തിലെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും എന്നതാണ്. സമ്പത്തിലൊരു ബറക്കത്തിന്റെ അതെന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് മാ അഹദു അക്സറ മിനർ റിബ ഇല്ലാ കാന ആഖിബത അംരിഹി ഖില്ലത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പലിശ കൊണ്ടൊരാളെ സമ്പാദ്യം ഒരാൾ പെരുപ്പിച്ചാൽ അയാൾ ഇല്ലായ്മയിലായിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്നാണ്. പലിശ കൊണ്ട് ഒരാൾ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ആ സമ്പാദ്യം അതുവഴി നശിക്കുകയും ചെയ്യും, ഇല്ലെങ്കിൽ അയാൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. പലിശയിൽ ഒരു ബറക്കത്തും അല്ലാഹു നൽകിയിട്ടില്ല പലിശ അയാളുടെ സമ്പത്തിലുണ്ടെങ്കിൽ. അതുപോലെ ഹറാമായ എന്തൊക്കെ കാര്യങ്ങൾ ഒരാളുടെ സമ്പത്തിലുണ്ടോ അതിന്റെ ഒന്നാമത്തെ ഭവിഷ്യത്ത് സമ്പത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. സമ്പത്ത് ബറക്കത്തില്ലാത്ത സമ്പത്ത് ഒരാൾ ഉണ്ടായാൽ എന്താണ് അവസ്ഥ? ഒന്നാമത്തെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇത്താഴത്തിൽ നിന്ന് അയാൾ ഊരിപ്പോവുമെന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് അയാൾ പതിയെ പതിയെ അങ്ങനെ സ്കിപ്പ് ചെയ്തു പോകും. ഒന്നാമത്തെ സഫിലൊക്കെ ഇരുന്ന ആളായിരുന്നു. ഹറാമായ പൈസ അയാളെ കീശയിൽ വന്നപ്പോ ഒന്നാമത്തെ സഫുമായിട്ട് ജമാഅത്തിന് തന്നെ എന്ത് ചെയ്തു? അയാൾ സ്കിപ്പ് ചെയ്തു പോയി. നിസ്കാരത്തിന് മെല്ലെ മെല്ലെ പോകും. അതുപോലെ അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ഊരിപ്പോകും. രണ്ടാമത്തത്, അയാളെ ഇത്താഴത്ത് ചെയ്യേണ്ട ആളുകളുണ്ടാവും. മകൻ ബാപ്പ പറഞ്ഞ കേൾക്കേണ്ട ആളാണ്,
പക്ഷെ മകൻ പറഞ്ഞാൽ കേൾക്കൂല. കാരണം എന്താണ്? ഹറാം അവന്റെ ഉള്ളിലേക്ക് ചെന്നു. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഇത്താഴത്തു നിന്ന് പുറത്തുപോയി നമ്മുടെ ഇത്താഴത്തു നിന്ന് നമ്മുടെ കുടുംബം എന്ത് ചെയ്യും? പുറത്തു പോകുമെന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെട്ട സമ്പാദ്യത്തിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാം സമ്പാദിച്ച ഒരാളുടെ കർമ്മം അള്ളാഹു സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ജമഅ മാലൻ ഹറാമൻ ثم تصدق به لم يكن له فيه اجر. ഒരാള് അന്യായമായ രീതിയിൽ ധാരാളം സമ്പാദിച്ചു, എന്നിട്ടൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി, ചാരിറ്റി ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി, 12 ഒക്കെ വാങ്ങിയിട്ട് നിരന്തരമായി ചാരിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അതിൽ യാതൊരു നന്മയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമായ സമ്പാദ്യം വെളുപ്പിക്കാൻ വേണ്ടി അയാൾ എത്ര സംഭാവന ചെയ്തിട്ടും കാര്യമില്ല, കോടിക്കണക്കിന് ആളുകളെ സഹായിച്ചിട്ടും കാര്യമില്ല. അടിസ്ഥാനം ഭദ്രമല്ലെങ്കിൽ ആ സ്വതക്ക അള്ളാഹുവിന് ആവശ്യമില്ല. അയാളുടെ അമലുകൾ, നമസ്കാരമോ നോമ്പോ ഹജ്ജോ പോലെയുള്ള ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കയില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കില്ല. അവർക്ക് വേണ്ടി വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും അള്ളാഹു കേൾക്കൂല. ഇപ്പൊ ലോകത്തെല്ലാ വിശ്വാസികളും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വിശ്വാസികളായ ആളുകൾക്ക് എല്ലാ ദിവസവും 5 നേരം ലോകത്തെ മുഴുവൻ ഉമ്മത്തും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ? അത്തഹിയാത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവല്ല അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിവാദ്യങ്ങൾ പറയുന്നു. മുഴുവൻ സാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരം നമ്മൾ എന്ത് ചെയ്യില്ല, പൂർത്തിയാവൂല. എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയിൽ ലോകത്തെ മുഴുവൻ ആളുകൾ എന്ത് ചെയ്യും? ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ലോകത്തെ ഏത് മനുഷ്യൻ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിൽ ആരുൾപ്പെടില്ല? 3 ആളുകൾ ഉൾപ്പെടില്ല. അതിലൊന്നാമത്തെ നമസ്കാരം ഒഴിവാക്കിയ ആളാണ്. രണ്ടാമത്തത് ഹറാം സമ്പാദിച്ച ആളാണ്. മൂന്നാമത്തത് കുടുംബബന്ധം വിച്ഛേദിച്ച ആളാണ്. അതിൽ രണ്ടാമത്തത് ഹറാം സമ്പാദിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യൻ ദരിദ്രനായ ഫക്കീറായ ആളാണ്. അദ്ദേഹം ഇങ്ങനെ എല്ലാ ഭക്തിയുടെ വേഷവിധാനങ്ങളും ധരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ അങ്ങനെ ഉണ്ടല്ലോ, ഭക്തി എന്ന് തോന്നുമ്പോൾ ഒരാള് തോന്നുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ. എന്നിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന എന്താണ്? വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അടിമുടി അയാൾ ഹറാമിലാണ്. ധരിച്ച വസ്ത്രം, കുടിച്ച പാനീയം, അതുപോലെ ഭക്ഷിച്ച ഭക്ഷണം, അതുപോലെ തന്നെ ആടി മുതൽ അയാളുടെ ശരീരം മുഴുവൻ ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്. എങ്ങനെയാണ് ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. അപ്പൊ കച്ചവടത്തിൽ, ഇടപാടുകളിൽ, പ്രവൃത്തിയിൽ, സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നിട്ട് പിന്നെ നിങ്ങൾ ദുആ സമ്മേളനത്തിന് 1 കോടി സംഭാവന ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഏതാള് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അവനാന്റെ പ്രാർത്ഥനയാണല്ലോ പ്രാർത്ഥനയിൽ ഏറ്റവും വലുത്. ഞാൻ ചോദിക്കലാണ് ഏറ്റവും വലുത്, നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കലാണ്. രണ്ടാമത് സാലിഹീങ്ങളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്യലാണ്. സാലിഹീങ്ങളോട് പറയുമ്പോൾ അവരെ കണ്ടുമുട്ടി സലാം പറഞ്ഞ് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ദുആക്ക് എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്യണം. അത് നല്ലൊരു അദബാണ്, മര്യാദയാണ്. ആ സാലിഹീങ്ങളുടെ പ്രാർത്ഥനയിലും ഇദ്ദേഹം ഉൾപ്പെടില്ല. യാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തിരുമേനി പറയാൻ, സഅദ് ബിൻ അബി വഖാസിനെ വിളിച്ചിട്ട്, യാ സഅദ് അത്തിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നീ നിന്റെ ഭക്ഷണം നന്നാക്കുക, എങ്കിൽ നിന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും എന്നാണ്. അപ്പൊ ഹലാലായ ഭക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടാണ്. ഹലാലായ എല്ലാം തൊയ്യീബാവൂല. ഹലാല് എന്ന് പറയുന്നത് എന്താണ്? ശരീഅത്ത് വിധി പ്രകാരം ഒരാൾക്ക് അനുവദനീയമായ ഭക്ഷണമാണ്. അപ്പൊ ഷുഗർ എല്ലാവർക്കും എന്താണ്? അനുവദനീയാണ്, പഞ്ചസാര. പക്ഷേ ഷുഗർ അസുഖമുള്ള ആൾക്ക് എന്തായിരിക്കും? പഞ്ചസാര തൊയ്യീബല്ല, ഹലാലായിരിക്കും. അപ്പൊ മാ ത്വാബലി നഫ്സിക് എന്നാണ്. ഒരാൾക്ക് തൊയ്യീബായത് മറ്റാൾക്ക് തൊയ്യീബായിക്കൊള്ളണമെന്നില്ല. അയാളുടെ അസുഖം, രീതി, ഡോക്ടർ അയാൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ ഇറച്ചി കഴിക്കേണ്ട, കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്, അതോടുകൂടി ഇറച്ചി ആൾക്ക് എന്തല്ല? തൊയ്യീബല്ല. അപ്പോൾ തൊയ്യീബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവായ നിയമം, ശുദ്ധായിരിക്കണം, അതുപോലെ തന്നെ കലർപ്പില്ലാത്തതായിരിക്കണം. എങ്കിൽ പോലും ഹലാലായ എല്ലാ ഭക്ഷണവും എന്ത് ചെയ്യില്ല? തൊയ്യീബായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന, ഹലാലല്ലാത്ത ഭക്ഷണം ഒരാളുടെ ഉള്ളിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നാണ്. നാലാമത്തെ എന്താണ്? ഹൃദയം മലിനമാകും. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, യാ അബ അബ്ദുല്ലാ
ബിമ തലീനുൽ ഖുലൂബ്, ഹൃദയം സോഫ്റ്റ് ആവാൻ എന്താണ് ചെയ്യേണ്ടത്, ഹൃദയം നൈർമല്യമുള്ളതാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഫഖാല അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയാൻ, ബി അഖ്ലിൽ ഹലാൽ, ഹലാൽ ഭക്ഷിച്ചാൽ നിന്റെ ഹൃദയം എന്ത് ചെയ്യും? സോഫ്റ്റ് ആവും. നിന്റെ ഹൃദയം കടുത്തു പോക ബി അഖ്ലിൽ ഹറാം, ഹറാം ഭക്ഷിക്കുന്നതോടുകൂടി അയാളുടെ ഹൃദയം എന്ത് ചെയ്യും? കടുത്തു പോകും, അതില് കഠിനമായി തീരും. അപ്പൊ ഹൃദയം നൈർമല്യം ഉണ്ടാവാൻ ചെയ്യേണ്ടത് ഹലാലായ ഭക്ഷണം, ഹലാലായ സമ്പാദ്യം ഉണ്ടാവുക എന്നതാണ്. അഞ്ചാമത്തെ നമുക്കറിയാം, നരകത്തിൽ ഹറാമായ സമ്പാദ്യം കാരണം അയാളുടെ അഭയകേന്ദ്രം എന്തായിരിക്കും? നരകമായിരിക്കും. ലാ യദ്ഖുലുൽ ജന്നത ജസദുൻ ഉദ്ദിയ ബിൽ ഹറാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഹറാം കൊണ്ട് ഊട്ടപ്പെട്ട ശരീരം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ ഹറാമായ കാര്യം എന്താണ്? ഹറാമായ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ വലാ യഹില്ലു ലി മുസ്ലിമിൻ ബഅ മിൻ അഖീഹി ബൈഅൻ ഫീഹി ഐബുൻ ഇല്ലാ ബയ്യനഹു ലഹു എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം മറ്റൊരാൾക്ക് വിൽക്കുന്നത് ആ ന്യൂനതയുള്ള കാര്യം വിറ്റാൽ മതി. ന്യൂനതയുള്ള കാര്യം, ഒരു പോരായ്മയുള്ള സാധനം, ചീഞ്ഞൊരു തക്കാളി ഒരാൾക്ക് വിൽക്കാൻ വെക്കുക, ചീഞ്ഞതാണെന്ന് ആർക്കറിയാം? വിൽക്കുന്ന ആൾക്ക് അറിഞ്ഞാൽ ആ തക്കാളിയുടെ പൈസ അയാൾക്ക് എന്താണ്? ഹറാമാണ്. ഇല്ലാ ബയ്യനഹു ലഹു എന്ന് പറഞ്ഞാൽ അത് അയ്ബുള്ളതാണ്, ന്യൂനത ഉള്ളതാണെന്ന് പറഞ്ഞിട്ടല്ലാതെ എന്ത് ചെയ്യരുത്? വിൽക്കരുത്. ഒരാൾ ന്യൂനത ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു ചരക്ക് വിറ്റാൽ അത് വാങ്ങുന്ന ആൾക്കും മനസ്സിലായി ന്യൂനത ഉണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള വിലയൊക്കെ ഉണ്ടാവുള്ളൂ. അതനുസരിച്ച് ഒരാൾ വിറ്റാൽ ആ വിൽപ്പനയിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കാൻ പാടില്ല. കേടുവന്നൊരു കാര്യം ന്യൂനത അറിഞ്ഞുകൊണ്ട് ഒരാൾ വിൽക്കരുത്. ബോധപൂർവം അങ്ങനെ ചെയ്താൽ അതും ഹറാമായ സമ്പാദ്യത്തിന്റെ പരിധിയിൽ വരും, അത് നരകത്തില്. അപ്പോ ഇടപാട് നടത്തുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുന്നറിയിപ്പ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട കാര്യമുണ്ട്. താജിറുൻ നമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരനും ഞാനും സ്വർഗത്തിൽ സമീപസ്ഥമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കച്ചവടക്കാരനും അതുപോലെ ഞാനും അടുത്താണ് സ്വർഗത്തിൽ ഇരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു കച്ചവടക്കാരനാണ്. അശ്റത്തുൽ മുബശ്ശിരീൻ, 10 സ്വർഗാവകാശികളായ സഹാബികളെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ അതില് ഏകദേശം 7 പേരും എന്താണ്? കച്ചവടക്കാരാണ്. സിദ്ദീഖുൽ അക്ബർ കച്ചവടക്കാരനാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ കച്ചവടക്കാരാണ്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നു, ധാരാളം സമ്പാദിക്കുന്നു, ആ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാർക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതേസമയം ചില മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. 4 രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആള് എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ എന്താണ്? പൂഴ്ത്തി വെക്കുക. വലിയ ക്ഷാമമുണ്ടാകുന്ന സമയത്ത് കുറെ സാധനം സ്റ്റോക്ക് ചെയ്ത് അമിത വിലക്ക് വിൽക്കാൻ വേണ്ടി കാര്യങ്ങൾ എന്ത് ചെയ്യുക? പൂഴ്ത്തിവെപ്പ് നടത്തുക. അത് ആധുനിക നിയമസംഹിതയിലും തെറ്റാണ്, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലും തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിത ലാഭം ഈടാക്കുക. ലാഭമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൊള്ളലാഭം നമ്മൾ പറയില്ലേ, കൊള്ളലാഭം ഒരു ചരക്കിന്റെ ഒരു വിഭവത്തിന്റെ മേൽ ഒരാൾ ഈടാക്കുക, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. മൂന്നാമത്തെ, ഒരു സാധനത്തിന് ഇല്ലാത്ത ഗുണമുണ്ട് എന്ന് പറയുക. ഒരു സാധനം വിറ്റുപോകാൻ വേണ്ടി സ്ഥലക്കച്ചവടക്കാരനാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റിന്റെ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പൊതുവെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇല്ലാത്ത ഗുണം പറയും. വെള്ളം ആ അയൽപക്കത്തൊന്നും ആ സ്ഥലത്തുണ്ടാവില്ല, എന്നിട്ട് നല്ല വെള്ളമുള്ള സ്ഥലം എന്ന് പറയും. ഇയാൾ കുഴിച്ചു നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത ഗുണം ഉണ്ട് എന്ന് ഒരിക്കലും ഒരു സാധനത്തെക്കുറിച്ച് പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞ് അത് പറ്റിക്കപ്പെട്ടാൽ അത് ഭവിഷ്യത്താണ്. കാരണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ, അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം എന്താണ്? ഹറാമാണ്, നിഷിദ്ധമാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കച്ചവടത്തിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് വലിയ ഭവിഷ്യത്തുള്ള കാര്യമാണ്. ഒരു സാധനം ഒരാൾ വില ഉറപ്പിച്ചു, എന്നിട്ട് കച്ചവടം മുറിച്ചു, അതിനുശേഷം വേറെ ഒരാൾ വന്നിട്ട് പറയാണ് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ അധികം വില ഞാൻ തരാം എന്നൊരാൾ പറഞ്ഞാൽ ആ ആൾക്ക് സാധനം മറിച്ചു വിൽക്കൽ നിഷിദ്ധമാണ്. ആദ്യം പറഞ്ഞ ആൾക്ക് തന്നെ കൊടുക്കണം. അയാൾ തുക പറഞ്ഞത് കുറവാണെങ്കിലും കച്ചവടം ആർക്കാണ്? ആദ്യം പറഞ്ഞ് മുറിച്ച ആളുകൾക്കാണ്. രണ്ടാമത് വന്നിട്ട് അയാൾ അധികം വില തരാന്ന് പറയുമ്പോൾ ഈ വാക്ക് മാറ്റിയിട്ട് അപ്പുറത്ത് സാധനം വിൽക്കൽ എന്താണ്?
നിഷിദ്ധമാണ്. ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നിഷിദ്ധമായത് എന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതിൽ ബോധപൂർവ്വം ആരും പെടൂല. രണ്ടാമത്തെ എന്തിന് സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ അതിൽ അടങ്ങാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം ഹലാല് തന്നെയാണ്, ചില സമയത്തും സന്ദർഭത്തിലും അത് ഹറാമായി മാറും, അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം ഹലാലായ കാര്യങ്ങളിൽ തന്നെ നമ്മൾ അശ്രദ്ധ കാരണം എന്ത് ചെയ്യും, ഹറാമ് കലർന്നു വരാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം സമ്പത്തിന്റെ വിഹിതം അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് നൽകാൻ അയാൾ അർഹനായാൽ അത് നൽകാതെ പിടിച്ചു വെച്ചാൽ അയാളുടെ സമ്പാദ്യത്തിൽ എന്ത് ചെയ്യും, ഹറാം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്നുള്ള ഖുർആൻ പറയുന്നത്. ആ സമ്പാദ്യത്തിൽ ആർക്കുണ്ട്, പാവങ്ങൾക്ക് അവകാശമുണ്ട്, അത് പിടിച്ചു വെക്കരുത്. ഇങ്ങനെ 5 തലങ്ങളിൽ ചെറുതോ വലുതോ ആയ രീതിയിൽ ഹറാമ് നമ്മുടെ ദേഹത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതിൽ ജാഗ്രത പാലിക്കുക. അങ്ങനെ പാലിച്ചില്ല എങ്കിൽ നമ്മുടെ അമലുകൾ, ദുആകൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ, അതുപോലെയുള്ള എല്ലാ കർമ്മങ്ങളെയും അത് ബാധിക്കും. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെയും നമ്മുടെ സമ്പാദ്യത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.